2013 മുതൽ ഞങ്ങൾ പഴച്ചവരും നിങ്ങൾ ശരിയായവരും എന്നാണല്ലോ നിങ്ങളുടെ വാദം. അപ്പൊ ഞങ്ങൾ ശരിയല്ല പഴച്ചവരാണ് എന്നു പറയാൻ നിങ്ങളെ കയ്യിൽ രേഖകളുണ്ട് എന്നാണല്ലോ നിങ്ങൾ ഇപ്പോഴും ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2013 മുതൽ 2013 ശേഷം ഉരുവത്തുകളെ പേച്ചവരും ഞങ്ങൾ സുന്നത്തമാറ്റ ഹത്തായ സുന്നത്തമാറ്റമാണെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. അതന്നെ ഞങ്ങളുടെ വാദം. അപ്പൊ നിങ്ങൾ പേച്ചിനുള്ള തെളിവ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. ഒരുപാടുണ്ട്. അതിപ്പോൾ മുഷാവറിനെ വിളിക്കേണ്ട ആവശ്യമില്ല. മുഷാവറ വേണ്ട, ആലിമീങ്ങൾ വേണ്ട, ആരും വേണ്ട. നിങ്ങൾ പേച്ചതാണെന്നതിന് ഞാൻ കാണിച്ചു തരാം. ഇതിൽ വലിയ തെളിവ് വേണ്ട. നിങ്ങൾ ഇബ്ലീസിന്റെ തൊരീക്കത്താണ്. നിങ്ങൾ തൊരീക്കത്തുമല്ല, ഷെയ്ഖുമല്ല. 2013 ഇങ്ങോട്ട് നിങ്ങൾ പേച്ചിക്കണേ ഒരു സംശയമില്ല. മനസ്സിലായോ? കണ്ടോ? ഓരോന്ന് കണ്ടോ? ഇതിവിടെ പറഞ്ഞ തന്നെ 2013 നമ്മൾ ഇപ്പൊ 2013 കൊണ്ടുവരാൻ പറഞ്ഞല്ലോ നമ്മളോട്. ഇപ്പൊ 2013 കൊണ്ടുവരാം. ഞങ്ങൾക്കുണ്ട് ഒരുപാട് നിങ്ങൾ പേച്ചിനുള്ള തെളിവുകൾ. അതിൽ ഒന്ന് മാത്രമാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. അത് കണ്ടാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവും നിങ്ങൾ പേച്ചോലാണെന്നില്ല. ഒരു സംശയമില്ല. വരട്ടെ, പറഞ്ഞോടത്തി പക്ഷേ ഞാൻ പറഞ്ഞെടുത്തി. അപ്പോ ഒരു കഴിഞ്ഞിട്ടില്ല. പിന്നെയുണ്ട് അയ്യക്കൂന ആരിഫൻ ബി കമാലാത്തിൽ ഖുലൂബി വ ആദാബിഹാ വ ആഫാത്തിൻ നുഫൂസി വ അംറാദിഹാ വ കൈഫിയത്തി ഹിഫ്ദി സിഹ്ഹതിഹാ വ ഇഅ്തിദാലിഹാ. ഒരു മുരീദിന്റെ മനസ്സിന്റെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ച് നന്നാക്കി മാറ്റാൻ കഴിയും. ഇത് ഷെയ്ഖിന്റെ അടുത്ത് എന്നാ ഓൻ പഠിക്കേണ്ടത് തെറി പറയല. ഇതെങ്ങനെ ഷെയ്ഖാവുക? ഷെയ്ഖിനെ കുറ്റം പറഞ്ഞ എല്ലാരും ഭയങ്കര തെറി. ഇതാ ത്വരീഖത്ത്. അതിന് ത്വരീഖത്ത് എന്നല്ല പറയാ, അത് ഇബ്ലീസിന്റെ 2013 ശേഷം കൊണ്ടുവരാൻ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് കൊടുന്നാട്ടോ കണ്ടോളി. ഇത് യഥാർത്ഥ ഷെയ്ഖാണെങ്കിൽ മുരീദിന്റെ മനസ്സിന്റെ ഉള്ളിലെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ച് നന്നാക്കാൻ കഴിയും. അല്ല പേച്ചാളാണെങ്കിൽ ഈ ഷെയ്ഖിനെ കുറ്റം പറഞ്ഞവരൊക്കെ എന്താക്കും? യഥാർത്ഥ ഷെയ്ഖ് അല്ലെങ്കിൽ ആ ഷെയ്ഖിന്റെ മുരീദിന്റെ അവസ്ഥ എന്താണ്? ഷെയ്ഖിനെ ആരെയും കുറ്റം പറഞ്ഞ ഓലൊക്കെ പൂര തെറി പറയുന്നു. അപ്പൊ ആ തെറി പറയുന്ന ത്വരീഖത്ത് അത് യഥാർത്ഥ ത്വരീഖത്തല്ല എന്നും അത് ഇബ്ലീസിന്റെ ത്വരീഖത്താണ് എന്നും ഇജ്ജ് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പല്ലേ? ഇത് തെളിവിന് പറ്റൂലേ? അപ്പം യഥാർത്ഥ ഷെയ്ഖിന്റെ മുരീദാണെങ്കിൽ തെറി പറയില്ല. അപ്പൊ തെറി പറഞ്ഞോളൂ ഇബ്ലീസാണ്, ഇബ്ലീസിന്റെ ത്വരീഖത്താണ്. അപ്പൊ എന്റെ ഷെയ്ഖ് ആരായി? ഇബ്ലീസായി. ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ വാദം അനുസരിച്ചാണ്. 2013 പഠിപ്പിച്ചതനുസരിച്ചാണ് ഈ ബാച്ചിങ്ങുന്നത് ഞാൻ തെളിയിക്കാൻ പോകണ്ടേ. എന്റെ ഷെയ്ഖ് യഥാർത്ഥ ഷെയ്ഖല്ല. എന്റെ ഷെയ്ഖിന്റെ മുരീദന്മാരെ ഹൃദയങ്ങളിലുള്ള രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ച് നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓന്റെ മുരീദന്മാർക്ക് ഇപ്പോഴും ഹൃദയത്തിൽ രോഗമാണ്. രോഗത്താ തെറി പറയാ, പൂര തെറി പറയാ. അത് ഇബ്ലീസിന്റെ മാർഗമാണ്. ആ മാർഗത്തിന് നേതൃത്വം കൊടുക്കണല്ലോ ഇബ്ലീസ്. അപ്പോ നീ പേച്ചിക്കണോ ഇല്ലേ? എന്റെ ത്വരീഖത്തും എന്റെ ഷെയ്ഖും മുരീദന്മാരും പേച്ചിക്കണോ ഇല്ലേ എന്നുള്ള ആളുകൾക്ക് വളരെ വ്യക്തമായിട്ടോ. എല്ലാവരും കണ്ടുപിടിട്ടോ. കുറച്ച് മാത്രമേ ആടുന്നുള്ളൂ. ഇവർ ഈ പറഞ്ഞ കണക്കിനെന്തായി? ഇബ്ലീസിന്റെ ത്വരീഖത്തായി. 2013 ശേഷം ഇപ്പം പേച്ചിക്കണെന്നുള്ള തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞാൽ നമ്മളോട്. ഒപ്പം പേച്ചതും പിന്നെ ഒപ്പമുള്ളവർ പേച്ചതും ഞാൻ കാണിച്ചു കൊടുക്കാണ്. കണ്ടോളി. എന്തിനാ പോയത്? കേൾക്കണേ മുസ്ലിം ജനാപത്തുകാരെ, നിങ്ങൾ കേൾക്കണം. നിങ്ങൾ മുസ്ലിം ജനാപത്തുകാരെ, മുസ്ലിം ജമാഅത്തിനെ വിളിക്കുകയാണ്. മുസ്ലിം ജനാപത്തുകാരെ എങ്ങനെയുണ്ട് ത്വരീഖത്ത്? പോകാൻ പറഞ്ഞ ഇബ്ലീസിന്റെ ത്വരീഖത്തല്ലേ? അല്ലേ? കണ്ടോളി, അടുത്ത് കണ്ടോളി. വിശദീകരണം വേണ്ട, ആർക്കും മനസ്സിലാവും. ഇങ്ങനെ തെറി പറഞ്ഞ പോലെ ഇബ്ലീസിന്റെ ത്വരീഖത്താണ്. ആ പേച്ചിക്കുന്നത് സംശയമില്ലല്ലോ. ആ മുരീദന്മാർ ഇങ്ങനെ കാണിച്ചാൽ വരി തെറി. ഇതൊന്നും അല്ലട്ടോ, 100 കണക്കിന് എന്റെ കയ്യിലുണ്ട്. എന്റെ ഫോണിൽ അതിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ. അതേ ഫുള്ള് ഞാൻ കാണിച്ചിനി. ഓരോ ത്വരീഖത്തിന്റെ പൂതി ഞാൻ കെട്ടി കൊടുത്തിനി. എന്നാലും ചിലതൊക്കെ ഇപ്പൊ കാണിച്ചു തരാം. കേട്ടില്ല? ഞാൻ അടുത്ത് കണ്ടോളി. ഞാൻ വിശദീകരണം കുറക്കാണ്. തെറി മാത്രമേ ഉള്ളൂ. ഓരോന്നോരോന്നും ഇങ്ങനെ വിട്ടുതരാം. നല്ല ത്വരീഖത്താ. പേച്ചിക്കണില്ല, ഞങ്ങൾ നോക്കിക്കോളി. ഓനാ ആദ്യത്തെ പെട്ട് വെച്ച് 2013 ശേഷം പറഞ്ഞൊക്കെ തെളിവ് ഞങ്ങൾ പേച്ചിക്കുന്നുള്ള തെളിവ് നിങ്ങൾക്ക് ഉണ്ടാവില്ലോ എന്നല്ലേ? അതപ്പോ കാണിച്ചിട്ടുണ്ട്. അടുത്തത് വരട്ടെ. ഇത് 1, 2, 3 ഒന്നല്ല. പിന്നെ അതിന് ആസനന്തലോടിയായി കടന്നു വന്നു സാക്ഷാൽ കുളത്തിലിറങ്ങിയ മൗലവി വാളക്കുളത്തുകാരൻ. ഷെയ്ഖിനെ കുറ്റം പറഞ്ഞ എല്ലാരും ഭയങ്കര തെറി. ഇതാ ത്വരീഖത്ത്. അതിന് ത്വരീഖത്ത് എന്നല്ല പറയാ, അത് ഇബ്ലീസിന്റെ ത്വരീഖത്ത്. എന്നിട്ട് മക്കത്ത് പോയിട്ട് പാവപ്പെട്ട ആളുകളെ പറ്റിച്ച് അവിടെ ചെന്നിട്ട് ചെയ്യണ പണി എന്താ? ഇരുന്നിട്ട് 2 മൊയന്തേൾ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ടും കൊണ്ട് അഭിമുഖം നടത്തുക. ചക്കിക്കൊത്ത ചങ്കരന, വക്ക് പൊട്ടിയ ചട്ടിക്ക് കണ മുറിഞ്ഞ കയ്യില്. ദജ്ജാലു ഹാദിഹിൽ ഉമ്മ. ഇയാൾക്കൊക്കെ പറ്റിയ പേര് ദജ്ജാലുൽ ഉലമാന. അപ്പൊ കണ്ടോ, കുറ്റം പറയാണ്. പൂപമണ്ടൂപങ്ങളെ എന്ന് പറഞ്ഞതിൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ.
അല്ല അന്തംഗമ്മികളെ, അങ്ങനെ പറഞ്ഞ അന്തംഗമ്മികൾക്ക് മാനേഷ്ടത്തിനെതിരെ കേസ് കൊടുക്കരുത് കേട്ടോ. സദയം ക്ഷമിക്കുക. കേട്ടില്ലെങ്കില് ഇയാൾ വിളിക്കുന്ന തോന്നിവാസാണ് തെറി വിളിക്കുക. ഇബ്ലീസിന്റെ ത്വരീക്കത്ത് ആ ഇത്രത്തോളം തെറി പറയുന്ന ഒരു ത്വരീക്കത്ത് ഇവിടെ ഉണ്ടാവില്ല. ത്വരീക്കത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന കള്ള ത്വരീക്കത്തുകാരെ കൂട്ടത്തിൽ ഇതേമാതിരി തോന്നിയാസം പറഞ്ഞ ഒരാളെന്ന് കാണിച്ചാൻ കഴിയില്ല. വഹാബികളെ കൊടുത്തിട്ടുണ്ടോ, ജമാഅത്തിനെ കൊടുത്തിട്ടുണ്ടോ, നിരീശ്വരവാദിയെ കൊടുത്തിട്ടുണ്ടോ? ഇവിടുത്തെ എത്ര സംഘടനക്കാർ കേരളത്തിലുണ്ട്? ആരെങ്കിലും ഇങ്ങനെ തലകെട്ടിക്കാൻ തെറി പറഞ്ഞുണ്ടോ? നിങ്ങൾ കാണിച്ചിരോ? വെല്ലുവിളിക്കാൻ ഞാൻ ഇങ്ങനത്തെ ഇതേമാതിരി തെറി പറയുന്ന ഒരാളെ കാണിച്ചത് 100 കണക്കിന് ഞാൻ ആദരാക്കി തരാം. 100 കണക്കിന്. ഇപ്പൊ ഞാൻ സാമ്പിളിൽ മാത്രമേ ഇടുന്നുള്ളൂ. കണ്ടുപിടി 2-3 കൂടി കാണുക. ഉള്ളിൽ വിശ്വാസമില്ലാതെ നടക്കുകയും ചെയ്യുന്ന മുനാഫിക്കുകൾ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മുസ്ലിം ജമാഅത്തുകാർ, മൊത്തം വായിൽ മലം നിറച്ചിട്ടല്ലേ തുപ്പണ് അല്ലേ? ഇനി എവിടെ നജസാകാൻ ബാക്കി? ആകെ നജസിൽ മുങ്ങി കുളിക്കല്ലേ? സംസ്കാരം നോക്കി നിങ്ങള് എന്തെല്ലാം അസഭ്യ വർത്താനം പറയണ്ടേ, അസഭ്യ ഭാഷ. ഇവരോട് സംവാദം നടത്താൻ പറ്റുമോ? ഇവർ സംവാദത്തിൽ വിളിച്ചാൽ പോകാൻ പറ്റുമോ? ഇപ്പൊ അങ്ങനെ ഓരോ സ്റ്റേജിൽ കയറിയിട്ട് നിങ്ങൾ 40 മുഷാവറിന്റെ വരി, അല്ലെങ്കിൽ ബിരുദങ്ങളുടെ വരി, ഞങ്ങളോട് സംവാദം. ആര് വരുന്നോട് ഇങ്ങോട്ട് സംവാദത്തിൽ ഇജാതി തോന്നിയ സമയം തൊള്ള കക്കൂസായ ഈ ടീമിനോട് ആരെയും സംവാദത്തിന് പോവോ? പോകാൻ പാടില്ല. ഒരു സാധാരണക്കാരൻ വരെ ഈ തോന്നിയാസം പറഞ്ഞ ഈ ചങ്ങന്മാരുടെ സംവാദത്തിന് പോകാൻ പാടില്ല. അതാ ആരെയും പോവോ? മനുഷ്യന്മാരുടെ സംവാദത്തിന് പോകുള്ളൂ. ഇത് മനുഷ്യന്മാരാ. എത്ര ഉണ്ട് സഹോദരന്മാരെ, എത്ര ഉണ്ട്? ഇനി കണ്ടോളി, ഇട്ടാ തീരൂലത്. എന്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്തോണ്ടാ. നിങ്ങളെ മുസാവറയുടെ പരമോന്നത നേതൃത്വം മുതൽ താഴെ തട്ടുവരെയുള്ള 99.9% കള്ളന്മാരാണ്, ദജ്ജാലൂന കദ്ദാബൂൻ. അത് നമ്മളെ സമസ്തയിലുള്ള ആലിമീങ്ങളെ പറ്റിയാണ്, ഓന്റെ ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങളെ പറ്റിയാണെന്നാ പറഞ്ഞേ. അത് നോക്കണം നിങ്ങളെ. എല്ലാവരും കള്ളന്മാരും ദജ്ജാലുകളാണ്. ശേഖരത്തൊക്കെ പിന്നെ സംവാദത്തിന് പോകാൻ പറ്റുമോ? ഇതൊക്കെ യഥാർത്ഥ ശേഖന്റെ മുരീദന്മാരാണോ? അങ്ങനെ ആലോചിച്ച് നോക്കി. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കലേ ഒരു ഇബ്ലീസിന്റെ അനുയായികൾക്കല്ലാതെ ഇതിന് ഇത് പറയാൻ കഴിയില്ല. ഒരു സ്വാലിഹായ മനുഷ്യൻ, നല്ലൊരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ മുരീദന്മാർ ഇങ്ങനെ ആവുമോ? അങ്ങനെ ആകാൻ പാടില്ലല്ലോ. എത്ര പയറിക്കാൻ പറ്റില്ല. ഇനിയുണ്ട് ഈ ജാതി തോന്നിയ സംഭവം. അതാണ് ഇബ്ലീസിന്റെ വരിയൊക്കെ. മനസ്സിലായോ? പേച്ചിട്ടില്ലേ? നിങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ പേവല്ലതൊക്കെ യഥാർത്ഥ ഇബ്ലീസിന്റെ അനുയായികളും ഇവിടെ ഇറങ്ങി കേരളത്തിൽ നിന്ന് വിളയാടാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണ്ടേ. നിങ്ങളെ നേതാക്കന്മാര് കള്ളന്മാരാണ്, ദജ്ജാലൂന കദ്ദാബൂൻ. കേട്ടില്ലെങ്കിൽ ഇനി ഇഷ്ടം പോലെ ഞാൻ നിർത്തുകയാണ്. ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്നുള്ളത് കുഞ്ഞാമേനെ പറഞ്ഞു. കുഞ്ഞാമേൻ പറഞ്ഞെടുക്ക്. മൊല്ലാക്ക നിന്ന് പറ്റിയാൽ കുട്ടികൾ മരം കയറി പാത്തും. ശേഖരനെ ഇയാൾ ചോദ്യം സമയത്ത് ജെപിസാനെ കുറിച്ച് കേട്ടില്ലേ? എന്റെ മുരിതന്മാരെ കഥ പറയണോ? അതൊന്ന് പറഞ്ഞിട്ടോ കുഞ്ഞാമേ. ഞാൻ പിന്നെ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. തീർന്നിട്ടില്ല കേട്ടോ. തെറിന്റെ ക്ലിപ്പ് തീർന്നിട്ടില്ല. അതാണ് വിചാരിക്കണ്ട. ആശാൻ ഒന്ന് പഴച്ചാല് ശിഷ്യന്മാർക്ക് 18 പഴക്കൂലേ? ആശാന് നിന്ന് മൂത്രമൊഴിച്ചാല് ശിഷ്യന്മാര് മരം കയറി മൂത്രമൊഴിക്കൂലേ? അതല്ല എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതന്നെ കണ്ടുകൊണ്ടിരിക്കണേ. എന്റെ ശേഖരനെ അങ്ങനെ തൊള്ളി നിർത്ത ആലിങ്ങൾ കയറി വരിക. എന്നെ മുരിതന്മാരെ കഥ ഭരണം കഴിയും. മൂല്യർ ഇന്നത്തെ കുട്ടികൾ നടന്നത്തും അല്ലെങ്കിൽ കുട്ടികൾ മരം കയറി പാത്തുന്ന പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. കണ്ടില്ലെങ്കിൽ AP സ്ഥാനം തന്തേനെ വിളിച്ചു, പെണ്ണ സ്ഥാനം ഹംക്കേനെ വിളിച്ചു. ഓരോ പ്രശ്നത്തിലൊക്കെ നമ്മളെ കയ്യിട്ട് കിട്ട് എന്റെ ശേഖ്. അപ്പൊ എന്റെ ശേഖിന്റെ മുരിതാളെ ചെയ്യും. മൂപ്പര് നടന്നാത്തി ഇത് മരം കയറി പാത്താണ്. മനസ്സിലായോ? മരം കയറി പാത്തില്ല, മറ്റേതാണ് പറയേണ്ടത്. മരം കയറിക്കാണ്ട് മറ്റൊന്നും കയറിക്കാണ്ട് ഈപ്പെട്ട് വിടുകയാണ്. മനസ്സിലായോ? അതേ സമയത്ത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരാളെ സംബന്ധിച്ച് ചീത്തയായ കാര്യം പറയുമ്പോ, ഒരാളെ സംബന്ധിച്ച് നമ്മളൊരു മോശമായ സംഗതി പറയുമ്പോ 1000 വട്ടം ചിന്തിക്കണം. അവിടെ നമ്മൾ എന്തോ കേട്ടതോ അറിഞ്ഞതോ വിളിച്ചു പറയാ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്. കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരാള് കേട്ടതൊക്കെ പറയാ, ഇത് തന്നെ മതി അയാള് വലിയ കള്ളനാണ് എന്ന് മനസ്സിലാക്കാൻ. വട്ടൂരാൾ പേച്ചതാണെങ്കില് ഇതിലും വലിയ തെളിവാണ്ടല്ലോ. തെറി പറഞ്ഞ ഇബ്ലീസിന്റെ വരികത്താണ്. ആ തെറിക്ക് നേതൃത്വം കൊടുക്കണല്ലോ സാക്ഷാൽ ഇബ്ലീസിന്റെ അനുയായികൾക്ക് എങ്ങനെ പറയാൻ കഴിയുള്ളൂ? ഇത് ഇതുമ്മ തീർന്നില്ല കേട്ടോ. അതാരും വിചാരിക്കണ്ട. അത് ഈ ഗ്രൂപ്പിലുള്ളവർക്കറിയാം. ഇത് മുമ്പിട്ട ക്ലിപ്പുകളും നല്ല തീർന്നി, പലതും മുമ്പിടാത്തതാ. വിട്ടാ തീരൂല. അതുകൊണ്ട് ഞാൻ നിർത്തിച്ചാ. പയർ വേറണ്ട്. തെറി മാത്രം മക്കളെ, അതിൽ ആരും വിട്ടിട്ടില്ല. സർവ്വ ആളുകളെയും ഞാൻ പിന്നെ എങ്ങനെ വിട്ടല്ലേ ഓരോ തെറി. ഇതിപ്പോൾ നിന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട, തന്നെ ഉള്ളൂ വിചാരിക്കണ്ട. തെറിപ്പാട്ടാണ് കേരളം മൊത്തം തെറിപ്പാട്ട്. ഇബ്ലീസിന്റെ അനുയായികളും. നൗഷാദ് ഭരണാടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞിട്ടോ. ഞാൻ പറഞ്ഞു വരണ്ട, ഞാൻ ഈ തെളിവ് മുകളിൽ വിട്ടിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതിൽ അത്ര പേവേദാ തൊള്ള കക്കൂസായി നടക്കുക. മലം തൊള്ളിയിൽ നടത്തിക്കാണ്ട് ഇങ്ങനെ തുക്കുക. മരത്തുമ്മ കയറിക്കാണ്ട് നേരെ കീപ്പെട്ട് ഇങ്ങനെ വിടുക. അതാ പരിപാടി. ഇത് ഇവരോടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്ഥലം ചർച്ചയ്ക്ക് വേണ്ടിയില്ലേ ഈ തൊള്ള കക്കൂസായ ആൾക്കാരോടെ എങ്ങനെ ഉണ്ടാവും? എന്നിട്ട് പോകാൻ സ്റ്റേജ് കയറിക്കാണ്ടൊക്കെ വെല്ലുവിളിക്കേണ്ടി വരികയാണ്. ആ വെല്ലുവിളി ഞങ്ങൾ കക്കൂസൻ ടാങ്കിൽ വിളിച്ചു കൂടിയിട്ടില്ലേ? കക്കൂസൻ ടാങ്കിൽ
വിളിച്ചു മൂടി വെല്ലുവിളിക്കാൻ തന്നെ അതല്ല, കൂടുതൽ വെല്ലുവിളിച്ചും കാര്യമില്ല. എന്തൊക്കെ നമ്മുടെ സമയം എല്ലാവരും കാണേണ്ടത്, എല്ലാവർക്കും അറിയാതെ ഈ ജാതി തോന്നിയാസം വിളിച്ചിട്ടുണ്ട് എല്ലാവരുടെ സമ്പാദന പോലെ. അയാൾക്കെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന മുട്ടിത്തങ്ങൾ, മുട്ടിപ്പടിത്തങ്ങൾ, അത് ഷോർട്ട് ഫോം ആട്ടോ, കുറ്റം പറയലല്ലോ മുട്ടിത്തങ്ങൾ എന്നുള്ളത്. അപ്പോ ആ മുട്ടിത്തങ്ങളോട് നമ്മൾ ചോദിച്ചു, പച്ചയായ തോന്നിവാസം പറയുന്ന ഏറ്റവും ലക്ഷണം കെട്ടവർക്കും